പക്ഷെ വന്ന് കയ്യിൽ കിട്ടിയപ്പോഴാണ് ഇത്ര വലിയ ഗുണ്ട് സാധനം എന്നുള്ളത് മനസ്സിലാവണേ. ഇത് എനിക്ക് കളയാനേ പറ്റില്ല, ഞാൻ ഇത് കളയാണ്, എനിക്ക് വേണ്ട. ഞാൻ സൈഡ് നിങ്ങൾ കണ്ടോ, ഈ ഒരു സൈഡിൽ റബ്ബറിൻ്റെ ഒന്നുമില്ല, അത് ഇതേപോലെ പൊടിഞ്ഞു പോയി. നമ്മുടെ ഈ ഒരു ചാർജിങ്ങിൻ്റെ സോക്കറ്റ് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഗൈസ്. നമ്മുടെ പുതിയൊരു വീഡിയോ, ഈ ഒരു വീഡിയോ നമ്മുടെ കാർ ഉപയോഗിക്കുന്ന എല്ലാവരും കണ്ടിരിക്കേണ്ടതായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കാർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കാറിൽ കുറച്ച് നാളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ മാറേണ്ടതായിട്ടുള്ള കുറച്ച് പാർട്സുകളും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അതുപോലെ നമ്മുടെ ഇൻറ്റീരിയറിൽ നമ്മൾ മാറുന്ന ഒരു സാധനമാണ് കാറിൻ്റെ ഗിയർ നോബ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ. ഗിയർ നോബ് പല രീതിയിലും കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരും. ചിലപ്പോൾ ഗിയർ നോബിൻ്റെ മുകളിലത്തെ കളർ പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഗിയർ നോബിൻ്റെ മുകളിലുള്ള റബ്ബറിൻ്റെ കോട്ടിങ് പൊട്ടിപ്പോവാം, അല്ലെങ്കിൽ ഗിയർ നോബിൻ്റെ പിരി പോവാം. അങ്ങനെ ഒരുപാട് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഗിയർ നോബിന് വരാറുണ്ട്. അപ്പം നമ്മുടെ വണ്ടിക്കും ഈ ഗിയർ നോബിന് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നു, അതിൻ്റെ മുകളിലുള്ള റബ്ബറും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയി. അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഗിയർ നോബ് എങ്ങനെ മാറാം എന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. പല വണ്ടിക്കും പല രീതിയിലുള്ള ഗിയർ നോബ്സും കാര്യങ്ങളൊക്കെയാണ്. ചില വണ്ടിക്ക് പിരിയായിരിക്കും, ചില വണ്ടിക്കൊരു എന്താ പറയുക ക്ലിപ്പ് ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ എന്താ പറയുക ഒരു ലൂപ്പ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുന്ന ടൈപ്പായിരിക്കും. ചില വണ്ടികളിൽ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുന്ന ടൈപ്പായിരിക്കും. അങ്ങനെ പല ടൈപ്പ് ഗിയർ നോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചില വണ്ടിയിൽ LNG ടൈപ്പായിരിക്കും. LNG ടൈപ്പ് ഏറ്റവും കൂടുതൽ വരുന്നത് ആഫ്റ്റർ മാർക്കറ്റ് വരുന്ന ഗിയർ നോബുകളാണ്. അപ്പോൾ നമ്മളൊരു ഗിയർ നോബും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഗിയർ നോബും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഇതിൻ്റെ പാക്കിങ് കുറച്ച് മോശമാണ് കേട്ടോ. ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്താണ്. ഇതിൻ്റെ ഇപ്പോൾ ഇതിൽ കാണുന്ന റേറ്റ് എന്ന് വെച്ചാൽ ഏകദേശം 1999 രൂപയാണ്. ഞാനിത് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഈ 1999 രൂപയ്ക്കുള്ള ക്വാളിറ്റി ഒന്നും മീനില്ല. പക്ഷെ ഞാനിത് ഓഫറിൽ ഏകദേശം ഒരു 530 രൂപയ്ക്ക് അങ്ങോട്ടാണ് ഈ ഒരു ഗിയർ നോബും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തത്. അപ്പോൾ അതിനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആ ഗിയർ നോബും കാര്യങ്ങളൊക്കെ. കാണാനായിട്ട് നല്ല സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മെറ്റലും കാര്യങ്ങളൊന്നുമല്ല, ഇതൊരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സംഭവം കാര്യങ്ങളാണ്. ഇതിൻ്റെ മുകളിലുള്ളത് ചെറിയൊരു റബ്ബറിൻ്റെ ചെറിയൊരു എന്താ പറയുക ചെറിയൊരു കുഷൻ പോലെയുള്ള ഒരു സംഭവമാണ്. പ്രസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, ചെറിയൊരു ഭാഗം. ഇതിൽ പിന്നെ വേറെ വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗിയറിൻ്റെ ജസ്റ്റ് ലിവർ ഉണ്ടാവുമല്ലോ, അതുമ ഇടാനുള്ള ആ ഒരു വലിപ്പത്തിനനുസരിച്ചുള്ള ബുഷുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് LNG ആയതുകൊണ്ട് LNGയുടെ ഒരു 3 സ്ക്രൂവും അതുപോലെ തന്നെ ഒരു LNG വന്നിട്ടുണ്ട്. ഇത് കുറച്ച് പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ അത് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നില്ല. കാരണം അത് ആ കവർ പൊട്ടിയിട്ട് ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ മാറാം എന്നുള്ളത് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പാനൽ, അതായത് ഗിയറിൻ്റെ ഈ പാനൽ ഊരാം. ഞാൻ ആ പാനൽ ഊരിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ പാനൽ. നമ്മളിപ്പോൾ ഇത് അഴിക്കാനായിട്ട് പോവാണ്, ഗിയർ ബോക്സ് പാനൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒന്ന് വലിച്ചു കഴിഞ്ഞ് സാധനം കിട്ടും കേട്ടോ. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും. പക്ഷെ നമ്മളിതിങ്ങനെ വലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ നമ്മുടെ എന്താ പറയുക ചാർജിങ്ങിൻ്റെ സോക്കറ്റിൻ്റെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ഊരിയെടുക്കണം. ഇത് ഉള്ളിൽ നിന്ന് നമ്മൾ കൈയിട്ടിട്ട് ഊരണം. ഞാൻ നിങ്ങൾക്ക് ഈ സൈഡിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഗിയർ നോബും കാര്യങ്ങളൊക്കെ നമ്മൾ ഊരിട്ടോ. ഇതിൻ്റെ അടിയിലൊരു ക്ലിപ്പുണ്ട്, അത് വിടിയിപ്പിച്ചപ്പോൾ പൊട്ടിപ്പോയി. വിടിയിപ്പിച്ചിട്ട് മുകളിലേക്ക് ഒന്ന് തിക്കിയപ്പോഴാണ് സ്ക്രൂ ഡ്രൈവറിനോട് തിക്കിയപ്പോഴാണ് ഈ ഒരു സംഭവം തുറന്നു പോകുന്നത്. ഈ ഒരു കാര്യം നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ ഗിയർ നോബ്, ഈ ഒരു പുതിയ ഗിയർ നോബ് ഇതിലെങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വരുന്നത് കുഞ്ഞ് LNGയുടെ സ്ക്രൂകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഊരി അടിയിലേക്ക് വിടണം. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ക്യാപ്പ് ഇടുമ്പോൾ ആ ക്യാപ്പിനെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മുകളിൽ ടൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അടിയിലത്തെ ഭാഗം അടിയിലേക്ക് നേരെ താഴേക്ക് ഊരിയിടുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഈ ഒരു ഗ്രിപ്പിൽ ആ ഗ്രിപ്പ് ഇതിന് ആഡാവുന്ന ഗ്രിപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് ടൈറ്റായിട്ട് ആഡാവുന്ന ഗ്രിപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് ആ ഗ്രിപ്പ് നമ്മളിതിൽ ഇട്ട് കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇത് നമുക്കൊരു രണ്ടാമത്തെ ഗ്രിപ്പാന്ന് തോന്നുന്നു, നമുക്ക് കുറച്ച് ടൈറ്റായിട്ട് വരുന്നത്. ആ ഗ്രിപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്യും. നല്ല ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ സംഭവം നേരെ ചിലപ്പോൾ വിട്ട് പോരും. നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് മെല്ലെ തട്ടി കൊടുക്കുക. വലിയ കാര്യമായിട്ട് തട്ടരുതിട്ടാ, മെല്ലെ ഒന്ന് തട്ടി കൊടുക്കുക. ഏകദേശം ഒന്ന് ടൈറ്റായിട്ട് ഇരുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കാനായിട്ട് നൈഫ് ഞാനിവിടെ വെച്ചിരുന്നു, കാണാനില്ല. സെക്കൻഡ് ഈ ഒരു വശം നമുക്ക് കട്ട് ചെയ്തിട്ട് കളയാം. ബാക്കിയുള്ളത് കാരണം വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ആ ഒരു ഇത്
ഇത് മീനുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറെ ബാക്കിയുള്ളതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിവിടെ വെച്ചിട്ട് ഇനി ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇതിൻ്റെ ഈ ഹോളിലേക്ക് നമുക്ക് LNG ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കുത്തി ഇറക്കാനായിട്ട്. ആ ഒരു കാര്യം ടൈറ്റാക്കി നമ്മൾ ഇറക്കും വേണം. ഞാനപ്പോൾ നിന്ന് ഇതിൻ്റെ LNG ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ LNGയും കാര്യങ്ങളൊക്കെ ഇതിൽ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഗിയറിൻ്റെ ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കാം. ഉള്ളിലേക്ക് ഇറക്കി കൊടുത്തില്ലെങ്കിൽ നമുക്കിത് അടിയിൽ നിന്ന് കൊണ്ടുവന്ന് ടൈറ്റാക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. LNG നമ്മളിത് നമ്മുടെ ഈ കവർ നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വെറുതെ ബുഷൊന്ന് താത്തി കൊടുക്കാം കേട്ടോ. ബുഷ് ഏകദേശം ടൈറ്റാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഗിയർ നോബും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇറക്കി കൊടുക്കാം. നമുക്ക് വല്ലാണ്ട് ഇതൊന്നും തട്ടാൻ പറ്റില്ല. അതായത് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം ചിലപ്പോൾ കയ്യിൽ പോരും. നല്ല ഹൈറ്റിലായിട്ടിരിക്കണം ഗിയർ നോബ്. നമ്മുടെ സാധാരണ ഗിയർ നോബിനേക്കാളും ഒത്തിരി ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് അതല്ല, നമ്മുടെ ഉള്ളിലേക്ക് ശരിക്ക് ഇറങ്ങാനിട്ടാണ്. ശരിക്കും ടൈറ്റാക്കി ഇറക്കി കൊടുത്തോ. നല്ല ടൈറ്റ് ഉണ്ട്. നല്ല തട്ടി കൊടുക്കുക ഉള്ളിലേക്ക്. കൈ കൊണ്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് മെല്ലെ ഇറക്കുക. അതേ നിവൃത്തിയുള്ളൂ. പിന്നെ അത് വല്ല സാധനങ്ങളൊന്നും വെച്ച് തട്ടരുത്. കാരണം വെച്ചാൽ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ചിലപ്പോൾ പൊട്ടും. പിന്നെ നമ്മുടെ അടിയിലുള്ള നമ്മുടെ വണ്ടിയുടെ ഗിയറാന്നും കൂടി നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒന്നിങ്ങനെ എൻ്റെ പണി അത്യാവശ്യം നല്ല മല്ലുള്ളൊരു പനിയാണ് കേട്ടോ അത്. ഒരുവിധം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം സ്ട്രെയിറ്റും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് LNG വെച്ചൊന്ന് ടൈറ്റാക്കി നോക്കാം. ഒന്നുകൂടി ഇറങ്ങണം നോക്കാം. ഇത്രയൊക്കെ തന്നെ ഇറങ്ങുള്ളൂ എന്ന് തോന്നുന്നു. ഇത്ര ഭാഗം പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഇറങ്ങണില്ല. വയ്യാണ്ടായി. ഇനിയിപ്പോൾ നമുക്ക് നേരെ വെച്ചിട്ട് നമ്മുടെ LNG കൊണ്ട് ടൈറ്റ് ചെയ്യാം കേട്ടോ. സൈഡൊന്നും അങ്ങനെ ടൈറ്റാക്കി കൊടുക്കുക. LNG നൈസായിട്ട് ഉള്ളിലേക്ക് കയറിപ്പോണ്ട്. എന്താ ഒരു സൈഡിലുള്ള LNG ഏകദേശം ടൈറ്റായി. നമ്മുടെ LNGയും കാര്യങ്ങളൊക്കെ നമ്മൾ ടൈറ്റാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഏകദേശം ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക പകുതി നല്ല 3/4 ഭാഗം ആയിട്ടുണ്ട്. ഈ LNGയും നമ്മൾ ടൈറ്റാക്കി. ഗിയർ നോബിന് യാതൊരു വിധത്തിലുള്ള അനക്കങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി LNG കളയണ്ട കേട്ടോ. അത് നമ്മൾ എടുത്ത് വയ്ക്കാം. കാരണം പിന്നീട് എപ്പോഴെങ്കിലും ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് ടൈറ്റാക്കേണ്ടി വരും. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സംഭവം ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് ഒന്നിങ്ങനെ വലിച്ച് മുകളിലേക്ക് ഇങ്ങനെ നന്നായി കയറ്റുക. എന്നു വെച്ചാൽ നമ്മുടെ അടിയിലുള്ള ഈ പിരി ഇട്ടിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കാനാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ സംഭവം അടിയിൽ ഇരിക്കില്ല. അതായത് നല്ല ഭംഗിയിലിരിക്കില്ല, താഴേക്ക് വീണ് കിടക്കും. ഇത് പിരിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളങ്ങോട്ട് ടൈറ്റായിട്ടിരുന്നുള്ളൂ. പിരിയിൽ കയറുന്നില്ല ഗായ്സ്. അപ്പോൾ നമ്മുടെ ഏകദേശം പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. ഗിയർ നോബും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗം നമ്മൾ സെറ്റ് ചെയ്തു. ഇതിങ്ങനെ ഇരിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. ഉള്ളിൽ പ്ലാസ്റ്റിക്കാണ്, എന്നാലും കുഴപ്പമില്ല, അടിയിലായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് പഴയ പോലെ എന്താ പറയുക പഴയ രീതിയിൽ ഇവിടെ കേസും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. കേസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് കേസ് ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു ചാർജിങ്ങിൻ്റെ സോക്കറ്റ് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. കണക്ട് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ ഒന്നുകൂടി പണിയെടുക്കേണ്ടി വരും. അത് നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമ്മൾ നമ്മളെ കേസ് കറക്റ്റായിട്ട് വെക്കാൻ പോവാണ്. വെച്ചു ഇതാ സെറ്റ് ചെയ്തു. നമ്മുടെ ഗിയർ നോബും കാര്യങ്ങളൊക്കെ മാറി വണ്ടി സെറ്റായി. ഇത്രേ ഉള്ളൂ പരിപാടി. പിന്നെ വല്ലാണ്ട് ഇതുമ്മേ ബലം പിടിക്കരുത്. കാരണം ഇത് പ്ലാസ്റ്റിക്കാണ്. നമ്മുടെ അപ്പോൾ ആ ഒരു ഗിയർ നോബിന്, അതായത് ഈ ഒരു ഗിയർ നോബിന് അത്ര വെയിറ്റ് ഒന്നും ഈ ഒരു സാധനത്തിനില്ല. വളരെ ലൈറ്റ് വെയിറ്റായിട്ടൊരു സംഭവമാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ട്, പിടിക്കാനൊക്കെ നല്ല രസമുണ്ട്.
പക്ഷെ ഇത് വെച്ചിട്ടുള്ള ഡ്രൈവിങ്ങിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ എന്തായാലും ഡ്രൈവ് ചെയ്ത് നോക്കിയാലേ എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഗിയർ നോബ്സിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ പല വണ്ടിയിലും പല ടൈപ്പ് ഗിയർ നോബാണ്. ഇപ്പം നമ്മുടെ വണ്ടിയിൽ കണ്ടില്ലേ, ഇതുപോലെ ഉള്ളിൽ ഒരു ക്ലിപ്പ് ഇട്ട് ടൈറ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു ഗിയർ നോബാണ് നമ്മുടെ ഫോർഡ് ആസ്പയറിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മാരുതിയുടെ വണ്ടികളിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് വെക്കുന്ന ഒരു ഗിയർ നോബാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ ചില പഴയ വണ്ടികളിലൊക്കെ ആണെങ്കിൽ തിരിച്ച് പീരിയായിട്ട് ടൈറ്റ് ചെയ്യുന്ന ഗിയർ നോബ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ LNK ടൈപ്പ് ഗിയർ നോബ് നമുക്ക് ഒരുവിധം എല്ലാ വണ്ടിയിലും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിരി ടൈപ്പ് നമ്മൾ വാങ്ങിക്കുമ്പോൾ നോക്കണം. കാരണം വെച്ചാൽ നമ്മുടെ ഈ ഒരു ഗിയറിൻ്റെ കമ്പിയുടെ മുകളിൽ പിരി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ടൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ അത് നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ LNK ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒട്ടുമിക്ക വണ്ടികളിലും നമുക്ക് ഇതുപോലെ ടൈറ്റാക്കി വെക്കാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് പറ്റണില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ നോക്കി ചെയ്യാം. പറ്റണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതിന് പിന്നെ നിൽക്കരുത്, ജസ്റ്റ് ഷോറൂമിൽ കൊണ്ടുപോകും. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരിക്കലും ചിറ്റുക അങ്ങനത്തെ സാധനങ്ങളൊന്നും വെച്ച് തട്ടരുത്. നമ്മുടെ കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു ബലവും കാര്യങ്ങളും കൊടുക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെയും അതുപോലെ തന്നെ മെറ്റലിൻ്റെയൊക്കെ ഐറ്റംസൊക്കെയാണ്. അതിനൊക്കെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സെറ്റൊക്കെ അങ്ങനെ തന്നെ മാറേണ്ടി വരും. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരു മിനിറ്റ് ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മുടെ ഗിയർ നോബിന് പറ്റിയുള്ള കംപ്ലൈൻ്റ് ഇല്ലേ, അതെന്താണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഗിയർ നോബിൻ്റെ സൈഡ് നിങ്ങൾ കണ്ടോ, ഈ ഒരു സൈഡിൽ റബ്ബറിൻ്റെ ഒന്നുമില്ല. അത് ഇതേപോലെ പൊടിഞ്ഞു പോയി. അവസാനം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗം മാത്രമേ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മുടെ കൈ തട്ടിയിട്ട് നല്ല പെയിനും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗിയർ നോബ് മാറ്റി കൊടുത്തത്. ഈ ഒരു ഗിയർ നോബിന് ഷോറൂമിൽ ഏകദേശം 3000 സംതിങ് രൂപ വിലയുണ്ട്, നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ടും എനിക്കിപ്പോൾ അതിന് സാധിക്കാത്ത കാരണമാണ് ഞാനിപ്പോൾ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ളൊരു ഗിയർ നോബും കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്തത്. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാനുണ്ട്. നമ്മുടെ ഓൺലൈനിൽ ഇതുപോലെയുള്ള ഒരുപാട് ഗിയർ നോബ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഗിയറിൻ്റെ മുകളിലുള്ള കവറും കാര്യങ്ങളൊക്കെ ദയവ് ചെയ്ത് നിങ്ങൾ വാങ്ങിക്കരുത്. കാരണം എന്ന് വെച്ചാൽ വളരെ ലോ ക്വാളിറ്റി. കാരണം ഇതിട്ടിട്ട് ഗിയർ മാറുമ്പോൾ ഇവിടെ ഫുള്ള് കണ്ട മുകളിലൊക്കെ ഗ്രിപ്പാണ്, ഇതൊക്കെ പൊടിഞ്ഞ് നമ്മുടെ വണ്ടിയുടെ വീഴുക. അത് കൂടാഞ്ഞിട്ട് നമ്മുടെ കൈയൊക്കെ സ്മെല്ലടിക്കുമ്പോൾ ഒരു റബ്ബറിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ലോ ക്വാളിറ്റി. ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു. പക്ഷേ ഈ ഒരു ക്വാളിറ്റിയിലുള്ളത് ഇതിന് ഏകദേശം ഒരു 170 രൂപ 150 രൂപയ്ക്കാണ് കണ്ടത്. പക്ഷെ അത് ഞാൻ നല്ല ക്വാളിറ്റിയാണെന്ന് കരുതിയിട്ട് മേടിച്ചത്. കാരണം നല്ല ക്വാളിറ്റിയാണ്, 300 രൂപയുടെ വില. ഇനി ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ കണ്ടത്. പക്ഷെ വന്ന് കയ്യിൽ കിട്ടിയപ്പോഴാണ് ഇത്ര വലിയ ഗുണ്ട് സാധനം എന്നുള്ളത് മനസ്സിലാവണേ. ഇത് എനിക്ക് കളയാനേ പറ്റില്ല. ഞാൻ കളയാണ്, എനിക്ക് വേണ്ട അത് അത്രയും പൊട്ട സാധനം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിടുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.